Hi students, എല്ലാവർക്കും 6th സെമ്മിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് ഇന്ന് നമ്മുടെ ക്ലാസ് 2 ആണ്. ഓൾറെഡി ക്ലാസ് 1 അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാരണം എപ്പോഴും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ പോവുക. യു ക്യാൻ മിക്സ് യുവർ ചാപ്റ്റേഴ്സ്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ കാണാമെന്നെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ കാണണമെങ്കിൽ തേർഡ് ചാപ്റ്റർ കാണാം. പക്ഷേ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിനകത്ത് ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ് കാണാതെ ഒരു ക്രമത്തിൽ തന്നെ, അതുകൊണ്ടാണ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് തരുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ കാണുന്നതിനൊപ്പം നിങ്ങൾ അതിന്റെ ലെക്ചർ നോട്ടുകളും കൂടെ എഴുതിയെടുക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ കുറിച്ചെടുക്കണം. അപ്പോഴെപ്പോഴുള്ള പോർഷൻസ് അപ്പോഴെന്നെ പഠിച്ചു പോകാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി പോർഷൻസ് പഠിക്കാം. ഇപ്പൊ ഇവിടെ ഇതിൽ നമ്മൾ ഫസ്റ്റ് പോർഷൻസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ് ഹെൽത്ത് എന്നുള്ളതും പിന്നെ ഫിലോസഫി ആൻഡ് മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് കെയർ, ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ 2 പോയിന്റ് മാത്രമല്ല, ഇത് കണക്റ്റഡ് ആയിട്ട് നമ്മൾ പീഡിയാട്രിക്സിന്റെ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങേണ്ടത് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കൺസിഡറേഷൻസ് ഇൻ ചൈൽഡ് കെയർ. അതായത് കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതവുമായിട്ട് കൾച്ചറും, അതായത് നമ്മുടെ സംസ്കാരവും മതവും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അതിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. അപ്പൊ ഇതിനു മുന്നേ കുറച്ച് പാർട്ടുണ്ട്, അത് കഴിഞ്ഞാണ് നമ്മൾ ആ ഒരു പോർഷൻ കൂടെ ഇന്ന് പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നാഷണൽ പോളിസി, നാഷണൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഇനിയും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കുക. കാരണം ഒരുപാട് പോർഷൻസ് പഠിക്കാനുണ്ട്. എല്ലാ പോർഷൻസും കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പഠിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഡീറ്റെയിൽ ആയിട്ട് സ്ലോലി ആണ് എല്ലാ പോർഷൻസും എടുത്തു തരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് നമ്മുടെ കറന്റ് കോൺസെപ്റ്റ് ഓഫ് പീഡിയാട്രിക് നഴ്സിംഗ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ചെറിയൊരു ടോപ്പിക്, ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ്. അതായത് എന്തൊക്കെയാണ് ഇപ്പോ കറന്റ് ജനറേഷനിൽ മാറ്റങ്ങൾ വന്നത്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പഴയ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നിന്നും ഇപ്പോ മോഡേൺ പീഡിയാട്രിക് നഴ്സിംഗിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളത്, ഷിഫ്റ്റ് ഫ്രമും ഷിഫ്റ്റ് ഫോക്കസ് ഓൺ എന്നുള്ള ആ ഒരു ചേഞ്ചസ് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്നാലും അതിൽ തന്നെ പറഞ്ഞ കുറെ പോയിന്റ്സ് ഉണ്ട്. ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക. ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ പീഡിയാട്രിക് നഴ്സിംഗ് ആർ, ഫസ്റ്റ് വൺ, ഫ്ലെക്സിബിൾ വിസിറ്റിംഗ് അവേഴ്സ്. അതായത് പണ്ട് കാലത്ത് കുട്ടികളെ എപ്പോഴും വീട്ടുകാർക്ക്, പാരൻസിനായാലും സിബ്ലിങ്സിനായാലും മറ്റു റിലേറ്റീവ്സിനായാലും ഒക്കെ ഹോസ്പിറ്റലിൽ വന്ന് കാണാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലയളവിൽ എന്താണ്, അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വിസിറ്റിംഗ് അവേഴ്സ് ആണ്. വളരെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഓരോ ഫാമിലിയുടെയും സൗകര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ നീഡ്സ് അനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, വിസിറ്റിംഗ് അവേഴ്സ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട്. അതുപോലെ റൂമിങ്ങിന് അവർക്ക് പ്രത്യേകതായിട്ടുള്ള ഒരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചുള്ള റൂം, ഒരു വീട് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കെയർ ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ പാരൻസ് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതായത് അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അമ്മമാർ മാത്രമല്ല, എല്ലാ അച്ഛനും അമ്മയും സിബ്ലിങ്സും മറ്റ് ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ എല്ലാവരും എന്ത് ചെയ്യുന്നു, അവിടെ സങ്കടത്തിലായി പോവുകയാണ്, അല്ലെ, കുഞ്ഞുകുട്ടികൾക്ക് സുഖമില്ലാതാവുക എന്ന് പറയുമ്പോൾ. അപ്പൊ അവർക്ക് വേണ്ട സപ്പോർട്ട് ഗ്രൂപ്പ്, അത് എക്കണോമിക്കലി ആയാലും സോഷ്യലി ആയാലും സൈക്കോളജിക്കലി ആയാലും ഒക്കെ വേണ്ട സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഫസ്റ്റ് 3 പോയിന്റുകൾ ഏതൊക്കെ പറയുന്നത്, ഫ്രീ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ പ്ലേ ആൻഡ് റിക്രിയേഷൻ, റൈറ്റ് ടു നെയിം ആൻഡ് നാഷണാലിറ്റി, റൈറ്റ് ടു സ്പെഷ്യൽ കെയർ ഇഫ് ഹാൻഡിക്യാപ്ഡ്, റൈറ്റ് ടു ബി എമംഗ് ദ ഫസ്റ്റ് ടു റിസീവ് റിലീഫ് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ, right to learn to be a useful member of the society and develop individual abilities, right to be brought up in the spirit of understanding, tolerance, peace and universal brotherhood, right to enjoy these rights regardless of race, color, sex, religion, nation and social origin. It's very, very important topic. Many times they asked in the exam. Okay, അപ്പൊ ഇത് കാണാതെ പഠിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ പോളിസി ലെജിസ്ലേഷൻ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ്. അത് നമുക്ക് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇതുവരെ പറഞ്ഞ പോർഷൻസ് എല്ലാം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക, ലെക്ചർ നോട്ട് എഴുതി വെക്കുക.
അത് വായിച്ച് റിവൈസ് ചെയ്യുക. ഈ പോയിന്റ്സുകളെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കുന്ന ഓരോ ടോപ്പിക്സിലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും.